അഹങ്കാരികൾ കപ്പ് തൂക്കി. ഫൈനലിൽ വീണുപോകും, ഫൈനലിൽ ഇവരെ കൊണ്ട് ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ കപ്പ് തൂക്കി. വിരാട് കോഹ്ലി തുഴഞ്ഞു തോൽപ്പിക്കുമെന്ന് പറഞ്ഞവരുടെ മുന്നിൽ കപ്പ് തൂക്കി. സത്യം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എന്തൊക്കെ പറയണം, ആരെയൊക്കെ പുകഴ്ത്തണമെന്നൊന്നും അറിയില്ല. 9ാം ക്ലാസ് മുതലുള്ള കാത്തിരിപ്പിന് ഉത്തരമായി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ലോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ കപ്പിൽ മുത്തോട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേട്ടിരുന്ന ട്രോളുകൾ ഇനി മാറ്റി പറയേണ്ട ഒരു ടൈമായിരിക്കുകയാണ്. ഇനി ഒരു കപ്പിലൊക്കെ ചായ പിടിക്കായിരിക്കും അല്ലേ? എന്തായാലും അതൊക്കെ ഒരു തമാശയുടെ ഭാഗമായിട്ട് പറയുന്നതാണെങ്കിൽ പോലും ഈ ഒരു ടൂർണമെന്റിലുടനീളം ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ച രണ്ട് ടീമുകളുടെ ഫൈനൽ, രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ച് ഫൈനലിൽ പോരടിച്ചു. മത്സരം പലരുടെയും വഴിയിലേക്ക് പലപ്പോഴായി മാറി മറിഞ്ഞു. പക്ഷേ ക്യാച്ചസ് വിൻ ദ മാച്ചസ് അല്ലെങ്കിൽ ടീം എഫേർട്ട് വിൻ ദ മാച്ചസ് എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇന്നത്തെ മത്സരം. ബാംഗ്ലൂരിന്റെ ഫീൽഡർമാർ ഇന്ന കിടിലം ഫീൽഡർമാരാണെന്നേ. ഫിൽ സോൾട്ട്, ആ ഒരു പ്രിയൻ ഷാരിയുടെ വിക്കറ്റ് മത്സരത്തിന്റെ ഗതി മാറ്റി എഴുതിയ വിക്കറ്റാണ്. താങ്കൾ നാട്ടിൽ പോയി പുതിയ കുഞ്ഞിനെയൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരികെ വന്ന് ഇന്ന് ബാറ്റിങ്ങിൽ വലിയൊരു ഇമ്പാക്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു ക്യാച്ച് മത്സരത്തെ മാറ്റിമറിച്ച ക്യാച്ചാണ്. ലിവിങ്സ്റ്റൺ, താങ്കളെക്കുറിച്ച് കുറെ RCB ഫാൻസ് തന്നെ ട്രോളുന്നു കണ്ടു. പക്ഷെ ഇന്ന് ആ ഒരു ബൗണ്ടറി ലൈനിൽ നേടിയിട്ടുള്ള ഒരു ക്യാച്ചില്ലേ, അത് മത്സരം തിരിച്ചു പിടിച്ച ക്യാച്ചാണ്. ശ്രേയസ് അയ്യറുടെ വിക്കറ്റ് എടുത്ത് റൊമാരിയോ ഷെപ്പേർഡ് നായകനായി നിന്നൊരു ക്യാച്ചാണ്. മുംബൈക്കെതിരെ അത്രമാത്രം ബൗണ്ടറീസ് അടിച്ച് ഫോമിൽ നിന്ന ശ്രേയസ് അയ്യറിന്റെ വിക്കറ്റ് എടുത്തിട്ടുള്ള റൊമാരിയോ ഷെപ്പേർഡിന്റെ ആ ഒരൊറ്റ ബോൾ മതി. പിന്നീട് അടി കൊണ്ടോ അല്ലെങ്കിൽ മിസ്ഫീൽഡ് കാണിച്ചോ അതൊന്നും ഒരു കാര്യമല്ല. ഏതൊക്കെ എങ്ങനെയൊക്കെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. വിരാട് കോഹ്ലിയുടെ കാത്തിരിപ്പിന്റെ ഉത്തരമാണ്. രജത് പടിദാർ എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ ഒരു സക്സസ്ഫുൾ ജേണിയുടെ തുടക്കമാണിത്. സ്മാറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇതേ ശ്രേയസ് അയ്യറിന് മുന്നിൽ പരാജയപ്പെട്ട രജത് പടിദാർ RCBക്ക് വേണ്ടിയിട്ട്, വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് 18 വർഷമായി കാത്തിരുന്ന ഓരോ ആരാധകർക്ക് വേണ്ടിയിട്ടും ആ ഒരു കപ്പ് നൽകിയിരിക്കുകയാണ്. സോ പഞ്ചാബ് കിങ്സിന് ഒരു വലിയ അഭിനന്ദനങ്ങൾ. ഈ ഒരു സീസണിൽ പലരും എഴുതി തള്ളിയ ടീം, ഈ ഒരു ടീമിനെ കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചവരുടെ മുന്നിൽ നിങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 26.75 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ നിങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് ശ്രേയസ് അയ്യർ നിങ്ങൾ തെളിയിച്ചു. നിങ്ങൾക്ക് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. എന്തായാലും ഇനി എനിക്ക് കൂടുതലൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ഇതൊരു ടീം എഫേർട്ടിന്റെ വിജയമാണ്. പലപ്പോഴായി പല താരങ്ങൾ ഒന്നിച്ചു നിന്ന ടീം എഫേർട്ടിന്റെ വിജയം. ലോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായി കൂടെ അടിയുറച്ചു നിന്ന ഒരുപാട് ആരാധകരുടെ വിജയം. കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. സോ ലോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ എല്ലാ ലോയൽ ഫാൻസിനും ഇത് സെലിബ്രേഷന്റെ നിമിഷം, കാത്തിരിപ്പിന് ഉത്തരം കിട്ടിയിട്ടുള്ള നിമിഷം. ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓരോ മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് ആയതും അതോടൊപ്പം തന്നെ ടീമിന് വേണ്ടി അടിയുറച്ചു നിന്ന എല്ലാ താരങ്ങൾക്കും കിടിലൻ കൈയടി. കൂടുതൽ ഓവറാക്കണ്ടല്ലോ. അപ്പം ചാമ്പ്യൻസ് കപ്പായി നമുക്ക്.